തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് ഗ്രൗണ്ടിൽ RSS പരിശീലന ക്യാമ്പ് കഴിഞ്ഞ 18-ാം തീയതി മുതലാണ് ക്യാമ്പ് ആരംഭിച്ചത്. ഗ്രൗണ്ടിൽ RSS ക്യാമ്പ് നടത്താൻ അനുമതി നൽകിയതിനെതിരെ പ്രതിഷേധവുമായി SFI രംഗത്തെത്തി. പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. ഗോപാൽ ശീല സനൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, ഇത് എപ്പോഴാണ് ഈ ക്യാമ്പ് നടന്നത്? ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണ് മീഡിയ വൺ. അതിൽ കോളേജ് അധികൃതർ ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കുന്നുണ്ടോ? ഈ മാസം 18-ാം തീയതി മുതലാണ് ഈ ക്യാമ്പ് കോളേജിന്റെ ഗ്രൗണ്ടിൽ ആരംഭിച്ചത്. തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് അടക്കം നിൽക്കുന്ന, അതൊരു കോംപ്ലക്സ് ആണ്. ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആണ്. അതിൽ മാർ ഇവാനിയോസ് കോളേജിന്റെ തൊട്ട് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള ഗ്രൗണ്ട് എന്ന നിലയ്ക്കാണ് ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഗ്രൗണ്ടിലാണ് കഴിഞ്ഞ 18-ാം തീയതി മുതൽ RSSന്റെ പരിശീലന ക്യാമ്പ് നടന്നു വരുന്നത്. മെയ് 2-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഓഫീസേഴ്സ് ട്രെയിനിങ് ക്യാമ്പിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശീലന ക്യാമ്പ് നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായി 2 ആഴ്ചത്തോളം ഈ ക്യാമ്പ് ഇവിടെ നടക്കും. RSSന്റെ കൊടിയടക്കം ഉയർത്തിക്കൊണ്ടാണ് അവിടെ ഇത്തരത്തിൽ ഈ സംഭവം നടന്നു വരുന്നത്. ഇതിൽ SFI വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം പോലും വിലക്കപ്പെട്ട ഒരു ക്യാമ്പസിന്റെ കോളേജിന്റെ ഗ്രൗണ്ടിൽ ഇത്തരത്തിൽ RSS സംഘടനയുടെ കൊടിയുയർത്തി എന്തടിസ്ഥാനത്തിലാണ് ഒരു ക്യാമ്പ് നടത്തുന്നത് എന്നും അതിനാരാണ് അനുമതി നൽകിയത് എന്നുമാണ് SFI ചോദിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ ഭാഗത്ത് നിന്ന് കോളേജ് അധികൃതർ കൃത്യമായ ഒരു വിശദീകരണം നൽകുന്നില്ല. തങ്ങളുടെ അറിവോടുകൂടിയല്ല കോളേജ് മാനേജ്മെന്റോ പ്രിൻസിപ്പലോ ഇത്തരത്തിലൊരു ക്യാമ്പിന് അനുമതി നൽകിയിട്ടില്ല എന്നും സഭ അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നുമാണ് അവർ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. എന്തായാലും ഇത്രയും സുരക്ഷിതത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസിന്റെ ഗ്രൗണ്ടിൽ ഇത്തരത്തിലൊരു ക്യാമ്പ് നടക്കണമെങ്കിൽ അത് കൃത്യമായ അനുമതി ഇല്ലാതെ നടക്കാൻ സാധിക്കില്ല. അതും 2 ആഴ്ചത്തോളമായിട്ടാണ് ക്യാമ്പ് നടക്കുന്നത്. ഇന്ന് 4 ദിവസമായി, 21-ാം തീയതി 4-ാം ദിവസമാണ് ഈ ക്യാമ്പ് പുരോഗമിക്കുന്നത്. എന്തായാലും ഇതിൽ വലിയ പ്രതിഷേധ പരിപാടികൾ ഉയർത്തുമെന്നാണ് SFI എന്തായാലും അറിയിച്ചിട്ടുള്ളത്. അതായത് ഇത്തരത്തിൽ കോളേജ് ഗ്രൗണ്ട് മറ്റു പരിപാടികൾക്ക് വിട്ടുകൊടുക്കാറുണ്ടോ? കഴിഞ്ഞ ദിവസം കോളേജ് അധികൃതരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത് ഇതിനു മുൻപ് ഇത്തരത്തിൽ മറ്റ് സ്വകാര്യ സംഘടനകളുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയോ പരിപാടികൾക്ക് ഈ കോളേജ് ഗ്രൗണ്ട് വിട്ടു നൽകിയിട്ടില്ല. കുട്ടികളുടെ കായിക അഭ്യാസത്തിനും കായിക പരിശീലനത്തിനും വേണ്ടി മാത്രമാണ് ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ മാർ ഇവാനിയോസ് കോളേജ് കൂടാതെ സർവോദയ സ്കൂൾ, മാർ ബസേലിയോസ് കോളേജ് എന്നിവയുടെ കൂടി ഗ്രൗണ്ടായിട്ട് ഈ കോളേജ് ഗ്രൗണ്ടിനെ ഉപയോഗിക്കാറുണ്ട്. ഒരു വലിയ ഗ്രൗണ്ടാണ്. അവിടെ ഏകദേശം 350 മുതൽ 400ഓളം വരുന്ന RSS പ്രവർത്തകരാണ് ഈ ക്യാമ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത്. അവിടെ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഇതിനെ എങ്ങനെയാണ് അനുമതി നൽകുന്നത് എന്നത് SFI ഉയർത്തുന്ന ഒരു ചോദ്യം. ഇതിന് രാഷ്ട്രീയമായി കൂടി ഏറെ പ്രാധാന്യമുണ്ട് എന്ന് SFI സൂചിപ്പിക്കുന്നു. അതിനെ കൃത്യമായി തന്നെ ഒരു വിശദീകരണം നൽകേണ്ടതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇത്തരത്തിൽ അവധിക്കാലമാണെങ്കിൽ പോലും ഒരു ക്യാമ്പ് നടത്തുന്നത് വസ്തുതാപരമായി നിലനിൽക്കുന്നതല്ല, അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് SFI നിലപാടെടുക്കുന്നു. അതിൽ കൃത്യമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത്. ശരി, ഗോപാൽ ശീല സനലാണ് വിവരങ്ങൾ നൽകിയത്.